വേൾഡ് കപ്പ് നേടാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ടീമുകളിൽ ഒന്നാണ് സ്പെയിൻ. ആ സ്പെയിന്റെ ലൈനപ്പ് നമുക്കൊന്ന് നോക്കാം. സാധ്യത ലൈനപ്പ് ഗോൾ കീപ്പറായിട്ട് ഒനേ സിമോൺ ആയിരിക്കും. മറ്റു രണ്ട് കീപ്പേഴ്സും ക്ലബ് ഫുട്ബോളിൽ വളരെ മികച്ച പെർഫോമൻസ് നടത്തുന്നുണ്ടെങ്കിലും കോച്ചായിട്ടുള്ള ഡിലഫോറി ഉനൈ സിമോണിനെ തന്നെ എടുക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഡിഫൻസിലേക്ക് വരുമ്പോൾ ലെഫ്റ്റ് ബാക്ക് പൊസിഷനിൽ മാർക്ക് കുക്കുറലെ ആയിരിക്കും. റൈറ്റ് ബാക്ക് പൊസിഷനിലേക്ക് വരുമ്പോൾ മാർക്കസ് ലോറന്റെ ആയിരിക്കും. സെന്റർ ബാക്ക് പൊസിഷനിൽ ബാഴ്സലോണയുടെ പൗ കുബാർസിയും ഒപ്പം ഐമറിക് ലാപ്പോർട്ടും ആണ്. വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള താരങ്ങളാണ്. അപ്പോൾ അതൊരു ബാലൻസ് ആകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മിഡ്ഫീൽഡിലേക്ക് വരുമ്പോൾ അവിടെ പെഡ്രി റോഡ്രി ഒരു കോമ്പിനേഷൻ ആയിരിക്കും കാണാൻ കഴിയുക. അറ്റാക്കിംഗ് മിഡ് പൊസിഷനിൽ അവിടെ ഒരു പക്ഷേ ഗാവിനെ നമുക്ക് കാണാൻ കഴിഞ്ഞേക്കാം, അല്ലെങ്കിൽ ഡാനി ഓൽമൂനെയും കാണാൻ കഴിഞ്ഞേക്കാം. ഡാനി ഓൽമു യൂറോയിലടക്കം വളരെ മികച്ച പെർഫോമൻസ് നടത്തിയിട്ടുണ്ടായിരുന്നു. ഇനി അറ്റാക്കിംഗ് ത്രീയിലേക്ക് വരുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ നമുക്കൊരു സംശയം കൂടെ പറയാൻ പറ്റും, നിക്കോ വില്യംസ് ആയിരിക്കും. റൈറ്റ് സൈഡിൽ ഈ ഒരു വേൾഡ് കപ്പിലെ ബെസ്റ്റ് യങ് പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് ആകാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ലാമിൻ യമാൽ ആയിരിക്കും. സെന്റർ ഫോർവേഡ് പൊസിഷനിൽ ഓയസ് സബാൽ ആയിരിക്കും. അപ്പോൾ ഈ ഒരു വേൾഡ് കപ്പിലെ സ്പെയിന്റെ ഏറ്റവും ബെസ്റ്റ് പ്ലെയർ അതാരായിരിക്കും? എനിക്ക് തോന്നുന്നത് ഓയസ് സബാൽ ആയിരിക്കും എന്നാണ്. നിങ്ങളുടെ ഒപ്പീനിയൻ കമന്റ് ചെയ്യുക.